കേരളത്തിലെ ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് നടന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് പാലക്കാട് ജില്ലയിലെ തൃത്താല. നിലവിലെ MLA യും മന്ത്രിയുമായ MP രാജേഷും 2011-ലും 2016-ലും MLA ആയ കോൺഗ്രസിൻ്റെ യുവ നേതാവ് VT ബൽറാമും തമ്മിലാണ് പ്രധാന മത്സരം. ഇവർ രണ്ടുപേരെയും ഏത് അളവുകോൽ വച്ച് നോക്കിയാലും കേരളത്തിലെ മികച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ ഉള്ളവരാണ്. 2021-ൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ MLA VT ബൽറാമിനെ 3016 വോട്ടുകൾക്കാണ് 2 പ്രാവശ്യം ലോക്സഭാ അംഗമായ MP രാജേഷ് തോൽപ്പിച്ചത്. ഈ വിജയത്തെ തുടർന്ന് ആദ്യം സ്പീക്കറായും പിന്നീട് പിണറായി വിജയൻ മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായും സേവനമനുഷ്ഠിച്ചു വരികയാണ് 55-കാരനായ രാജേഷ്. പഴയ മലബാർ ജില്ലയുടെ ഭാഗമായ തൃത്താലയിൽ 1952-ൽ നടന്ന മദ്രാസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. ഐക്യകേരളത്തിന് ശേഷം നടന്ന 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും തൃത്താല എന്ന പേരുള്ള മണ്ഡലമുണ്ടായിരുന്നില്ല. പിന്നീട് 1967-ൽ മണ്ഡലമുണ്ടായതിനു ശേഷം നടന്ന 13 തെരഞ്ഞെടുപ്പുകളിൽ 7 കോൺഗ്രസും 6 CPM-മാണ് വിജയിച്ചത്. പാലക്കാട് ജില്ലയിലെ മറ്റു നിയമസഭാ മണ്ഡലങ്ങളിൽ CPM-നുണ്ടായിരുന്ന മേധാവിത്വം തൃത്താലയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ശക്തമായ മത്സരമാണ് നടന്നുകൊണ്ടിരുന്നത്. MP-യും MLA-യും മന്ത്രിയുമായിരുന്ന ദളിത് നേതാവ് വെള്ള ഈശ്വരരാണ് ഈ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രമുഖ വ്യക്തി. മുൻ മന്ത്രിമാരായ K ശങ്കരനാരായണനും KK ബാലകൃഷ്ണനും ഈ നിയമസഭാ മണ്ഡലത്തിൻ്റെ പ്രതിനിധികളായിരുന്നു. 55% മുകളിൽ ഹിന്ദുക്കളുള്ള തൃത്താലയിൽ 40% താഴെയാണ് മുസ്ലിം ജനവിഭാഗങ്ങളുടെ കണക്ക്. ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം തോറ്റ VT ബൽറാമിൻ്റെ സജീവമായ സാന്നിധ്യം പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു സമുദായത്തിൻ്റെ ധ്രുവീകരണമോ അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ അനുകൂലമായ തരംഗമോ ഉണ്ടായില്ലെങ്കിൽ MP രാജേഷും VT ബൽറാമും തമ്മിലുള്ള തിരഞ്ഞെടുപ്പ് പോര് ഒരു ഫോട്ടോ ഫിനിഷിങ്ങിലേക്ക് നീങ്ങിയാലും അതിശയപ്പെടേണ്ടതില്ല.